നെല്ലിമറ്റത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഒരേ സമയം തകർന്നത് 6 ദേശീയപാത 85-ൽ നെല്ലിമറ്റം ടൗണിന് സമീപത്താണ് സംഭവം. പൈപ്പ് പൊട്ടിയത് മൂലം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ടാറിംഗ് തകർന്നു. നെല്ലിമറ്റം ടൗണിൽ ദേശീയപാതയ്ക്ക് നടുവിൽ ഇന്നലെ ഒരേ സമയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ 6 തകർന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. പുതുതായി നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 85-ന്റെ ഒത്ത നടുവിലും വശങ്ങളിലുമായി 6 പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് ദേശീയപാതയുടെ ടാറിംഗ് തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ശക്തമായി വെള്ളം കുത്തിയൊലിച്ചൊഴുകി സമീപത്തുള്ള സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന സാഹചര്യവുമുണ്ടായി. ഇതേ തുടർന്ന് നെല്ലിമറ്റം ടൗണിലൂടെയുള്ള ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആവോലിച്ചാൽ പമ്പ് ഹൗസിൽ നിന്നും ഉയർന്ന പ്രദേശത്തുള്ള കൊട്ടാരമുടി ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് തുടർന്ന് കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളമെത്തിക്കുന്ന പൈപ്പാണ് തകർന്നത്. ഇതുമൂലം പുതുതായി നിർമ്മിച്ച ഹൈവേക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വാട്ടർ അതോറിറ്റിയുടെ പഴയ പൈപ്പുകളാണ് ഇത്തരത്തിൽ തകരുന്നത്. പലതും ഹൈവേക്ക് നടുവിലാണ് ഇപ്പോഴുമുള്ളത്. ഇവ മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. ഇതേക്കുറിച്ച് വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർമാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. സമയം കഴിഞ്ഞു. കാരണം അത് ചെയ്യേണ്ട ആവശ്യമാണ്. അവർ സാധാരണ ഹൈവേക്കുള്ള ഡേറ്റ് കാര്യങ്ങൾ തരുമ്പോൾ വർക്ക് വാട്ടർ അതോറിറ്റിക്ക് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. പൈപ്പുകൾ ഉണ്ടെങ്കിൽ മാറ്റി സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. അത് വാട്ടർ അതോറിറ്റി എന്താ അങ്ങനെ ചെയ്യാത്ത എന്നറിയില്ല. ഇനി സമയം കിട്ടാത്തതാണോ ടെൻഡർ ആവാത്തതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ വില്ലാഞ്ചിറ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഹൈവേയുടെ വർക്ക് എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ DA പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഈ AC മാറ്റിയാണ് DA പൈപ്പ് ആക്കണേ. AC പൈപ്പ് കാലഹരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് DA പൈപ്പ് വന്നത്, DA ആക്കിയത്. ലീക്കുകൾ കാര്യങ്ങളില്ലാണ്ട് ക്ലിയർ ചെയ്ത് പോണേ. അപ്പോൾ വില്ലാഞ്ചിറ ഭാഗത്തേക്ക് ഇപ്പോൾ സൈഡിലേക്കാക്കി. അതുപോലെ തന്നെ നമ്മുടെ കവളങ്ങാട് ഭാഗത്തൊന്നും ആ സാധനം കുറേ മേഖലകളിൽ സൈഡിലേക്ക് ആക്കിയിട്ടില്ല. AC പൈപ്പ് തന്നെ കിടക്കണേ. കുറച്ചൊക്കെ സ്ഥലങ്ങളിലൊക്കെ PVC ഒക്കെ ആയിട്ട് അവർ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലീക്ക് എന്ന് പറഞ്ഞാൽ അവർ ലീക്കിന് ഹൈവേ അവർ അനുമതി തന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ അനുമതി തന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് തൊടാൻ പറ്റുള്ളൂ. കാരണം NHന് പൂർണ്ണ അധികാരമുണ്ട്. അതായത് PW റോഡായാലും അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി നമ്മളെ റൂട്ടിൽ തൊടുകയുള്ളൂ. പൈപ്പുകൾ പൊട്ടുന്നത് വഴിയുണ്ടാകുന്ന നാശനഷ്ടം ഹൈവേ അതോറിറ്റിക്കും ബാധ്യതയായി മാറുകയാണ്. പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗതാഗത തടസ്സത്തിലേക്കും വഴിവെക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.